കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായി മർദ്ദനമേറ്റത്. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ നിയന്ത്രിച്ച ശേഷം അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂട്ടരും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനുമാണ് മർദ്ദനമേറ്റത്. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള ധൈര്യം പോലും പോലീസിനുണ്ടായില്ല. മർദ്ദനമേറ്റവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു കേസെടുപ്പിക്കാൻ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി. സുരക്ഷാ സേനയിലെ സന്ദീപും കണ്ടാലറിയാവുന്ന മറ്റുദ്യോഗസ്ഥരുമാണ് കൂട്ടുപ്രതികൾ. എന്നിട്ടും അന്വേഷണം മുന്നോട്ടു പോകാഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DGP മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകി. തുടർന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പക്ഷേ പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള ധൈര്യം പോലും DYSPക്ക് ഉണ്ടായില്ല. പകരം മുഖ്യമന്ത്രിക്ക് വഴിയും സംരക്ഷണവും ഒരുക്കുക എന്ന കൃത്യനിർവഹണം മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്നും കോടതിക്ക് റഫറൽ റിപ്പോർട്ട് നൽകി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന പോലീസിന്റെ ദുർബലമായ വാദങ്ങളെല്ലാം തള്ളിയ കോടതി സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്നിട്ട് മാസം 1 കഴിഞ്ഞു. പക്ഷേ അന്വേഷണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ആരാണോ റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് തന്നെ വീണ്ടും ഈ ചുമതല കൊടുക്കുമ്പോൾ അത് നിയമ വ്യവസ്ഥയും ഇത് കാണുന്ന ജനങ്ങളെ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം മുതൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. എന്റെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് 5 വർഷത്തിലധികം തടവ് ശിക്ഷ വരെ ലഭിക്കാം. അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഒത്തുതീർപ്പിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനൊന്നും വഴങ്ങുന്നില്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.